വെൽക്കം ടു വരാന്തരസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്രുതി. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവംബർ ഫസ്റ്റ് വീക്കിൻ്റെ ഇൻ്റർനാഷണൽ ന്യൂസ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തു വെച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാർട്ട് ഏകദേശം കോളിൻസ് വേർഡ് ഓഫ് ദി ഇയർ ആയിരുന്നു നമ്മൾ നോക്കിയത് അല്ലേ. 2023 കോളിൻസ് വേർഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ വാക്ക് AI ആയിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു അല്ലേ. ഹ്യൂമൻ മെൻ്റൽ ഫങ്ഷൻസ് ഒക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി മോഡലിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള വാക്കും AI എന്നുള്ള വാക്കായിരുന്നു 2023 കോളിൻ വേർഡ് ഓഫ് ദി ഇയർ പ്രകാരം. ഓക്കെ, അപ്പോൾ കോളിൻ വേർഡ് ഓഫ് ദി ഇയർ AI ആയിരുന്നു. അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ന്യൂസ്. അപ്പോൾ അടുത്ത ന്യൂസ് ഏതാണെന്ന് വെച്ചാൽ ഒരു സയൻസ് കൊളാബറേഷൻ്റെ കാര്യം. അപ്പം ഇന്ത്യയും US കൂടെ ചേർന്നിട്ട് ഒരു സയൻസ് ഫൗണ്ടേഷൻ വർക്ക്ഷോപ്പ് നടത്തുക. ഓക്കെ, അപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുന്നത് ഓഫ് കോഴ്സ് MIT ആയിരിക്കും, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കും. അതേസമയം US സൈഡിൽ നിന്ന് വരുന്നത് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ആയിരിക്കും. ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡോ US MIT NSF വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് MITയും അതേപോലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അവിടുത്തെ സയൻസ് ഫൗണ്ടേഷനായിട്ടുള്ള നാഷണൽ സയൻസ് ഫൗണ്ടേഷനോട് ചേർന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന കാര്യമായിരുന്നു നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് കൊളാബറേഷൻ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യത്തില്ലേ, ടെക്നോളജി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്, US എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. അവർ കുറച്ച് സ്പെസിഫിക് ഏരിയയിലൊക്കെ റിസർച്ച് നടത്തും അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്തും, അല്ലെങ്കിൽ അവരുടെ സയൻസ് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി കൊളാബറേഷൻസ് നടത്തും. അതാണ് ബേസിക്കലി ആ വർക്ക്ഷോപ്പിനകത്ത് വരുന്നത്. അപ്പം അതിനകത്ത് വന്നിരുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. സെമി കണ്ടക്ടർ റിസർച്ചിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, സൈബർ സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീൻ ടെക്നോളജീസ് ആൻഡ് ഇൻ്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രപ്പോസൽസൊക്കെ. അപ്പം ഇതിൽ പ്രപ്പോസൽ സ്വീകരിക്കേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2023 ഓഗസ്റ്റ് 1 തൊട്ടും പിന്നെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ജനുവരി 5, 2024 വരെയായിരുന്നു ഈ പ്രപ്പോസൽസൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡെഡ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും കൂടെ ചേർന്നിട്ട് ഇങ്ങനൊരു കൊളാബറേഷന് വേണ്ടിയിട്ട് സൈൻ ചെയ്തായിരുന്നു. 2023 ജൂണിൽ US വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ വിസിറ്റോട് കൂടി തന്നെ അന്ന് അതിനൊരു സൈനിങ് ചെയ്തായിരുന്നു. റിസർച്ച് കൊളാബറേഷൻസ് സൈൻ ചെയ്തായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി. അപ്പോൾ വർക്ക്ഷോപ്പ് സ്വാഭാവികമായിട്ടും ആരൊക്കെയായിരിക്കും നടത്തുന്നത്? US-ഉം ഇന്ത്യയുമാണ്. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നമ്മുടെ MIT ആണ്, US സൈഡിൽ നിന്ന് NSF ആണ്. ഇവർ രണ്ടുകൂടെ ചേർന്നിട്ട് ഇവർ രണ്ടുകൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു. എന്തിൻ്റെ ബേസിലുള്ള വർക്ക്ഷോപ്പായിരുന്നു? സയൻറ്റിഫിക് വർക്ക്ഷോപ്പായിരുന്നു അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ അല്ലെ ടെക്നോളജി എക്സ്ചേഞ്ചിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു നടന്നിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് എത്ര റിസർച്ചേഴ്സ് വന്നു അല്ലെങ്കിൽ എത്ര സ്റ്റാർട്ടപ്സ് പങ്കെടുത്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം 200 കൂടുതൽ സ്റ്റാർട്ടപ്പുകളും റിസർച്ചേഴ്സും പങ്കെടുത്തിരുന്നു. ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ, സെമി കണ്ടക്ടർ റിസർച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് സെഷൻസ്, വർക്ക്ഷോപ്പ് സെഷൻസ്, അവർ ബ്രേക്ക്ഔട്ട് സെഷൻസൊക്കെ അവർ അതിനകത്ത് സൈബർ സെക്യൂരിറ്റി പറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ US ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയും US കൂടെ. അപ്പോൾ US സ്റ്റാറ്റിക് നോക്കിയാൽ വാഷിങ്ടൺ DC ആണ് ക്യാപിറ്റൽ. കറൻസി എല്ലാവർക്കും അറിയാമല്ലോ, US ഡോളറാണ് കറൻസി. പിന്നെ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷുമാണ്. ഓക്കെ, അടുത്ത ന്യൂസ് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഫസ്റ്റ് കൺട്രി ടു സ്റ്റെറിലൈസ് ഓൾ സ്ട്രേ ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തെരുവ് നായ്ക്കൾ. അപ്പോൾ അതിനെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ട്രേ ഡോഗ്സിനെയും സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് റീസെൻ്റായിട്ട് ഇപ്പോൾ അത് ന്യൂസിനകത്ത് വന്നേക്കുന്നത്. അതായത് ഒരു 14 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഡോഗ് പോപ്പുലേഷൻ കൺട്രോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 14 വർഷത്തോളം നീണ്ടു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ ഈ സ്ട്രേ ഡോഗ്സിനെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇപ്പം 2023 ആയപ്പോഴത്തേക്ക് അവിടത്തേക്ക് ഏകദേശം എല്ലാ സ്ട്രേ ഡോഗ്സിനെയും ഏകദേശം ഒരു 1,50,000 സ്ട്രേ ഡോഗ്സിനെയും സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ന്യൂസിനകത്ത് പറയുന്നത്. പിന്നെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. അതിനവർ സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ നാഷണൽ ഡോഗ് പോപ്പുലേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് റാബിസ് കൺട്രോൾ പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഭൂട്ടാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അതൊക്കെ അനൗൺസ് ചെയ്തത്. അതിനുശേഷം അതുപോലെ തന്നെ
ഈ ഭൂട്ടാനിൽ തന്നെ എന്താ സ്ട്രേ ഡോഗ്സ്, ഇപ്പോൾ നമ്മുടെ സ്ട്രേ ഡോഗ്സ് അല്ല, പെറ്റ് ഡോഗ്സ്, പെറ്റ് ആനിമൽസ് ആയിക്കോട്ടെ, പെറ്റ് ഡോഗ്സ് ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് മൈക്രോ ചിപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. മൈക്രോ ചിപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻ കേസ് നമ്മുടെ പെറ്റ് ആനിമൽസ്, പെറ്റ് ഡോഗ്സ് മിസ്സായി പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുക ഒക്കെ ചെയ്യുവാണെങ്കിൽ അവരെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ സ്കിന്നിനടിയിലായിട്ട് ഒരു ചിപ്പ് അവർ ഇൻസേർട്ട് ചെയ്യും, ഒരു മൈന്യൂട്ട് ചിപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ട്രാക്ക് ചെയ്തിട്ട് പെറ്റ് ആനിമൽസിനെ തിരിച്ചു കിട്ടും. ഇൻ കേസ് അത് സ്റ്റോളൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മിസ്സായി പോവുകയോ ചെയ്യുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഭൂട്ടാനിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. മൈക്രോ ചിപ്പിംഗ്, അത് 2009 മൈക്രോ ചിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് 32,000 പെറ്റ് ഡോഗ്സിനാണ് അവർ മൈക്രോ ചിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൈക്രോ ചിപ്പിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. പെറ്റ് ഡോഗ്സിൻ്റെ സ്കിന്നിൻ്റെ ഇടയിൽ ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്യും, ഒരു മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്യും. അത് വെച്ചിട്ട് ഇൻ കേസ് അവർക്ക് കാണാതെ പോവുകയാണെങ്കിൽ അത് വെച്ചിട്ട് അവർ ഡോഗ്സിനെ ട്രാക്ക് ചെയ്യും. അപ്പം സ്ട്രേ ഡോഗ്സിനെ സ്റ്റെറിലൈസും ചെയ്തു. അതുപോലെ 2009 തൊട്ട് മൈക്രോ ചിപ്പിംഗ് അവർ ഭൂട്ടാനുകാരാണ് നടത്തിയത്. അതിനോളം ഏകദേശം ഒരു 32,000-ഓളം പെറ്റ് ഡോഗ്സിനെ മൈക്രോ ചിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഭൂട്ടാനാണ് നടത്തിയത്. ഭൂട്ടാൻ്റെ ക്യാപിറ്റലാണ് തിംഫു. ഓക്കെ, ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ തിംഫു ആണ്. കറൻസി നോക്കാം. നൽട്രം എന്നാണ് കറൻസി. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ച് നിങ്ങൾ സ്പെല്ലിംഗ് ഓർത്ത് വെച്ചാൽ മതി, ഓപ്ഷൻ കാണുമ്പോൾ അറിയാമല്ലോ. നൽട്രം എന്നാണ് പറയുന്നത്. പിന്നെ ജിഗ്മെ ഖേസാർ നാമിയൽ വാങ്ചക് എന്ന് പറയുന്ന അവിടുത്തെ മൊണാർക്കാണ്, അവിടുത്തെ കിങ് ആണ്. ഓക്കെ, അദ്ദേഹമാണ് ലോകത്തിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ രാജാവും ഇദ്ദേഹം കൂടിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മൊണാർക്കാണ്. ഇനി പ്രൈം മിനിസ്റ്റർ നോക്കുകയാണെങ്കിൽ ലോട്ടെ ഷെറിംഗ് എന്നാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ പേര്. ലാംഗ്വേജ് വന്നിട്ട് ജോങ്ക എന്ന ലാംഗ്വേജ്. ഭൂട്ടാൻ്റെ സ്റ്റാറ്റിക് ന്യൂസാണ് ഇത്രയും പറഞ്ഞത്. അപ്പം ഭൂട്ടാൻ്റെ ന്യൂസ് ഇത്രയും വന്നതുകൊണ്ട് ചിലപ്പം സ്ട്രേ ഡോഗ്സിൻ്റെ സ്റ്റെറിലൈസേഷൻ്റെ ന്യൂസാണ് വന്നത്, പക്ഷേ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് ഭൂട്ടാൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാ, അല്ലെങ്കിൽ ഭൂട്ടാൻ്റെ കറൻസി എന്താ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിക് കൂടെ കവർ ചെയ്തിട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. സെക്കൻഡ് വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറം. വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറം, അതായത് നെതർലാൻഡ്സിലെ ഹേഗിലാണ് ഈ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറം നടന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി ട്രാൻസ്ഫർ, ലോക്കൽ, അതായത് ഇപ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോക്കൽ പ്രൊഡക്ഷനും അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫറിനും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറം എന്ന് പറയുന്നത്. ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്, അതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് നടന്നിട്ടുള്ളത് ഹേഗിലാണ്, നെതർലാൻഡ്സിലെ ഹേഗിലാണ്. അതിൻ്റെ സെക്കൻഡ് എഡിഷനാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ആം കൂടിയാണ്, ഒരു ഇനിഷ്യേറ്റീവാണ് ഈ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജീസ്, ഇപ്പോൾ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ഏത് ഏരിയ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ആക്സസ് ജനങ്ങളിലേക്ക്, അതിൻ്റെ ആക്സസ്, കറക്റ്റ് ആക്സസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് മെയിൻ ഈ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ പ്ലാറ്റ്ഫോമിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ സെക്കൻഡ് വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറമാണ് ഹേഗിൽ വെച്ച് നടന്നിട്ടുള്ളത്. ഈ WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ് വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ പ്ലാറ്റ്ഫോം, അല്ലെ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ ഫോറം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ ലോക്കൽ പ്രൊഡക്ഷൻ ആൻഡ് അസിസ്റ്റൻറ്റ് യൂണിറ്റ് ആണ് ഈ വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ്റെ സെക്രട്ടേറിയറ്റ് ആയിട്ട് സെർവ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വേൾഡ് ലോക്കൽ പ്രൊഡക്ഷൻ്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ലോക്കൽ പ്രൊഡക്ഷൻ ആൻഡ് അസിസ്റ്റൻറ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനിയും അതിനകത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് എഡിഷനാണ് നടന്നത്. എവിടെ വെച്ചാണ് നടന്നത്, അതിൻ്റെ മെയിൻ ബോഡി മെയിൻ കൺട്രോളിങ് ബോഡി ഏതാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ WLPFൻ്റെ ഫുൾ ഫോം എന്താ, അതിൻ്റെ എവിടെ വെച്ചാണ് നടന്നത്, ആരാണത് ലോഞ്ച് ചെയ്തത്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് കണ്ടൻറ് വൈസ് പ്രത്യേകിച്ച് ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ശ്രീ ഭഗവത് ഖൂബ എന്ന് പറഞ്ഞ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഈ ഒരു ഇന്ത്യ ലീഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഇന്ത്യയുടെ പ്രതിനിധീകരിച്ച് ഈ ഒരു ഫോറത്തിന് ലീഡ് ചെയ്തിട്ടുള്ള ശ്രീ ഭഗവത് ഖൂബ എന്നാണ് പേര്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാറ്റിക് നോക്കാം. 1948 ഏപ്രിൽ 7 ഫൗണ്ട് ചെയ്തത്. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഇനി ടെഡ്രോസ് അദ്നം ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. തേർഡ് ഇന്ത്യ ഗോട്ടിമല
ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ. ഇന്ത്യ ഗോട്ടിമാല ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ആണ്. അത് 3ാമത്തെ എഡിഷനാണ് നടന്നത്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഓഫീസ് കൺസൾട്ടേഷൻ, ഇന്ത്യയും ഗോട്ടിമാലയും തമ്മിലുള്ള ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ നടന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫോറിൻ കൺസൾട്ടേഷൻ അല്ല, അപ്പം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിനെ അല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ചെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മിനിസ്ട്രി, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സെക്രട്ടറി എന്ന് പറയുന്നത് സൗരവ് കുമാറാണ്, അദ്ദേഹവും. പിന്നെ അതുപോലെ ഗോട്ടിമാലയുടെ വൈസ് മിനിസ്റ്റർ ഓഫ് ഗോട്ടിമാല എന്ന് പറയുന്നത് കാർല ഗബ്രിയല സമയോര റെക്കാരി എന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടാണ് ഈ ഒരു പ്രോഗ്രാം കോ ചെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതെല്ലാം അവരെന്താ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിലാറ്ററൽ ബോഡീസ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് വ്യൂസ് ഓൺ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇഷ്യൂസ്. ഓക്കെ, റീജിയണൽ ആയിട്ടുള്ളതും ഇൻ്റർനാഷണൽ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്തു. അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന പ്രോഗ്രാമിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, ഗോട്ടിമാലയും ഇന്ത്യയും കൂടെ ആയിരുന്നു. 3ാമത്തെ എഡിഷൻ ആയിരുന്നു ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ. എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ആരൊക്കെയാണ് ചെയർ ചെയ്തത്? ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള സൗരവ് കുമാറും അതുപോലെ തന്നെ ഗോട്ടിമാലയുടെ വൈസ് മിനിസ്റ്റർ ആയിട്ടുള്ള കാർല ഗബ്രിയലയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ കോ ചെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗോട്ടിമാലയുടെ ക്യാപിറ്റൽ ഗോട്ടിമാല സിറ്റിയാണ്. കറൻസി വന്നിട്ട് ക്വെറ്റ്സലാണ്. അലജാൻഡ്രോ ഗിയാമിറ്റയാണ് പ്രസിഡൻറ്റും. സ്പാനിഷാണ് അവിടുത്തെ ലോക്കൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഓസ്ട്രേലിയ ഇന്ത്യ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ കൗൺസിൽ മീറ്റിംഗ്. ഓക്കെ, അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടെ ചേർന്നിട്ട് ഒരു സ്കിൽ കൗൺസിലിംഗ് മീറ്റിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ കൗൺസിൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഗുജറാത്തിലെ ഐ ഐ ടി ഗാന്ധിനഗറിൽ വെച്ചിട്ടാണ് ഇവർ ഈ പ്രോഗ്രാം ഹെൽഡ് ചെയ്തത്. ഓക്കെ, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഇന്ത്യ എഡ്യൂക്കേഷൻ കൗൺസിലോട് ചേർന്നിട്ട് അത് ഒരു ബൈനാഷണൽ ബോഡിയാണ്. അവർ 2011 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി 2 രാജ്യങ്ങൾ തമ്മിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഒരു അതിൻ്റെ സ്ട്രാറ്റജീസാണ്. സ്ട്രാറ്റജിക് ഡയറക്ഷൻ ഓഫ് ദ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ റിസർച്ച് പാർട്ട്ണർഷിപ്പാണ്. 2 രാജ്യം, അതായത് ബൈ നാഷണൽ ബോഡിയാണ്. 2 രാജ്യങ്ങൾ. ഏതൊക്കെ രാജ്യമാണ്? ഓസ്ട്രേലിയയും ഇന്ത്യയും. അവർ തമ്മിലുള്ള എഡ്യൂക്കേഷൻ അതുപോലെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്കിൽ കൗൺസിലും എഡ്യൂക്കേഷൻ കൗൺസിൽ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അത് ഇപ്രാവശ്യം ഗുജറാത്തിലെ IIT ഗാന്ധിനഗറിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, 2011 ഈ പറഞ്ഞ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഓസ്ട്രേലിയൻ ഇന്ത്യ എഡ്യൂക്കേഷൻ കൗൺസിലും കൂടെ ചേർന്നിട്ടുള്ളൊരു ബൈനാഷണൽ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തത് 2011. ഓക്കെ, അപ്പം മീറ്റിംഗ് കോ ചെയർ ചെയ്തതിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വരുന്നത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനാണ്. അതേസമയം ഓസ്ട്രേലിയയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജെയ്സൺ ക്ലെയർ ആൻഡ് ബ്രണ്ടൻ ഹോക്കോണറാണ് വരുന്നത്. അവർ മിനിസ്റ്റർ ഓഫ് സ്കിൽ ആൻഡ് ട്രെയിനിങ് ആയിട്ടാണ്. ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ജെയ്സൺ ക്ലെയറും പിന്നെ മിനിസ്റ്റർ ഓഫ് സ്കിൽസ് ആൻഡ് ട്രെയിനിങ് ആണ് ബ്രണ്ടൻ ഓക്കോണർ എന്ന് പറയുന്നത്. ഇവർ 3 പേരും കൂടാണ് ഈ ഒരു മീറ്റിംഗ് ചെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷനും സ്കില്ലിംഗ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 രാജ്യങ്ങളിലെയും ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷനും സ്കില്ലിംഗ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബൈ നാഷണൽ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തതും അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്കിൽ കൗൺസിൽ മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നടന്നത് IIT ഗാന്ധിനഗറിലാണ്. ഓക്കെ, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ കാൻബറയാണ്. ഓസ്ട്രേലിയൻ ഡോളറാണ് കറൻസി വന്നിട്ട്. പിന്നെ മൊണാർക്ക് അവിടുത്തെ ചാൾസ് III ആണ് അവിടുത്തെ മൊണാർക്ക്. ആൻ്റണി ആൽബനീസ് ആണ് പ്രൈം മിനിസ്റ്റർ. ഒഫീഷ്യൽ ലാംഗ്വേജ് വന്നിട്ട് ഇംഗ്ലീഷാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് നമുക്കറിയാലോ, ഒരുപാട് രാജ്യങ്ങൾ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അതിൽ 95th മെമ്പറാണ് ചിലെ എന്ന് പറയുന്നത്. ചിലെയാണ് ഇപ്പോഴത്തെ 95th ഇപ്പോൾ പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ചിലെയാണ്. അത് 95th മെമ്പറാണ് എവിടുത്തെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ ISAയുടെ. ഓക്കെ, 94th മെമ്പർ സിംഗപ്പൂർ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ 95th പുതുതായിട്ട് വന്നത് ചിലെയാണ്. ഓക്കെ, ഇനി ISA ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് വന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതായത് യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കൺവെൻഷൻ നടന്നപ്പം അന്ന് COP21 ഉണ്ടായിരുന്നു, കോൺഫറൻസ് ഓഫ്
പാർട്ടീസ്. അതിൻ്റെ COP21 വന്ന ഒരു ആശയമാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. 2015 ഇങ്ങനൊരു കൺവെൻഷൻ, ക്ലൈമറ്റ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള യുണൈറ്റഡ് നേഷൻ ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് COP21 വന്ന ഒരു ചർച്ചയാണ് ഈ ISA, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. അതിനകത്താണ് ഓരോ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ISAയുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ അല്ലെങ്കിൽ സോളാർ അലയൻസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും പാലിച്ചുകൊണ്ട് ഓരോ കൺട്രീസ് വരുന്നുണ്ട്. അതിൽ 94ാമത് വന്നതാണ് സിംഗപ്പൂർ ആൻഡ് 95th ചിലി എന്ന് പറയുന്നത്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് UNFCCC. പിന്നെ അത് ഫൗണ്ട് ചെയ്തത് 1992 9th. ഇനി ജർമ്മനിയിലെ ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹെഡ് ക്വാർട്ടർ വന്നിട്ട്. ഇനി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓക്കെ, അടുത്തതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. IIT മദ്രാസ് അവരുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ക്യാമ്പസ് സാൻസിബാർ എന്ന് പറഞ്ഞ, അതായത് ആഫ്രിക്കയിലുള്ള ഒരു ഒരു ആഫ്രിക്കൻ ക്യാമ്പസാണ് സാൻസിബാർ എന്ന് പറഞ്ഞ ക്യാമ്പസ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് IITs ഉണ്ട് അല്ലേ. അപ്പം ആദ്യമായിട്ടാണ് ഒരു IITയുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സബ്സിഡറി വേറൊരു ഇൻ്റർനാഷണൽ തലത്തിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്ന IIT എന്ന IIT മദ്രാസാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൻസിബാർ ക്യാമ്പസിലാണ്. സാൻസിബാർ എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് IIT മദ്രാസിൻ്റെ ആണ് ആ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സാൻസിബാർ മറന്നുപോരല്ലേ. ടാൻസാനിയയിലെ ഒരു റീജിയനാണ്, ടാൻസാനിയയിലെ ഒരു ഐലൻഡാണ് സാൻസിബാർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പറഞ്ഞേക്കുന്ന IIT മദ്രാസിൻ്റെ പുതിയൊരു ഇൻ്റർനാഷണൽ ക്യാമ്പസ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, വേറെ ഒരു IITയും അങ്ങനെ എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ക്യാമ്പസാണ്, അത് IIT മദ്രാസിൻ്റെ ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സാൻസിബാറിൻ്റെ സ്റ്റാറ്റിക് നോക്കാം. ക്യാപിറ്റൽ സാൻസിബാർ സിറ്റിയാണ്. മറ്റേ ഗ്വാട്ടിമാല സിറ്റി എന്ന് പറയുന്നതല്ല, സാൻസിബാറിൻ്റെ ക്യാപിറ്റൽ സാൻസിബാർ സിറ്റിയാണ്. പിന്നെ അതിൻ്റെ കറൻസിയും കാര്യങ്ങളാണ്. ടാൻസാനിയൻ ഷില്ലിംഗ് ആണ് കറൻസി. ഹ്യൂസൻ മ്യൂൻവി ആണ് പ്രസിഡൻറ്റ്. സ്വാഹിലി, അറബിക് ആൻഡ് ഇംഗ്ലീഷ് ആണ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, എഴുതി സമയം കളയണ്ട. പിന്നെ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നോക്കാം. 60 ഇന്ത്യ മലേഷ്യ ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിംഗ്. ഓക്കെ, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം ഇന്ത്യ മലേഷ്യയും തമ്മിലുള്ള ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിംഗ് ആണ്. അത് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 6ാമത്തെ എഡിഷനാണ്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വരുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ S ജയശങ്കർ ആണ്. അദ്ദേഹം അതുപോലെ തന്നെ മലേഷ്യൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് ഡോക്ടർ സാംറി അബ്ദുൽ ഖാദിർ എന്ന് പറയുന്നത്. അവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ 6ാമത്തെ ഇന്ത്യ മലേഷ്യ ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിംഗ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യങ്ങൾ, 2 ബൈലാറ്ററൽ നാഷണൽ ബോഡി എന്ന് തന്നെയാണ് ഇതും. അപ്പം 2 രാജ്യങ്ങൾ, ഒരു ബോഡിയല്ല, സ്റ്റിൽ ഒരു ബൈലാറ്ററൽ കൊളാബറേഷനാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്കൽ വ്യൂസും അതുപോലെ ഡിഫെൻസും സെക്യൂരിറ്റി അതുപോലെ എക്കണോമിക് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ് അങ്ങനത്തെ ഏരിയാസ് എല്ലാം, ഹെൽത്ത് സെക്ടറും സയൻസ് ടെക്നോളജി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ടൂറിസം പോലും. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇങ്ങനത്തെ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ് അവർ ബേസിക് ഇങ്ങനെ ഓരോ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിംഗ് ആണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഏരിയയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, രണ്ട് നാഷണൽ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് നടന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഡോക്ടർ S ജയശങ്കർ ആണ്, അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ്. ഇനി മലേഷ്യയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡോക്ടർ സാംറി അബ്ദുൽ ഖാദിർ ആണ് മീറ്റിങ്ങിൽ ചെയർ ചെയ്തിട്ടുള്ളത്. 6ാമത്തെ എഡിഷനാണ് ഇപ്രാവശ്യം നടന്നത്. എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഓക്കെ, മലേഷ്യയുടെ സ്റ്റാറ്റിക് ന്യൂസ് നോക്കാം. ക്വാലാലംപൂർ ആണ് ക്യാപിറ്റൽ വന്നിട്ട്. കറൻസി റിംഗറ്റാണ്. ഇനി മൊണാർക്ക്, അവിടുത്തെ രാജാവ് അബ്ദുള്ള എന്നാണ് മൊണാർക്കിൻ്റെ പേര്. അൻവർ ഇബ്രാഹിമാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. മലയാണ് ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് വന്നിട്ട്. ഓക്കെ, അടുത്തൊരു ന്യൂസ് കൂടെ നോക്കാം. ഇന്ത്യ ഭൂട്ടാൻ ടു എക്സ്പാൻഡ് ക്രോസ് ബോർഡർ ലിങ്കേജസ്. ക്രോസ് ബോർഡർ ലിങ്കേജ് എന്ന് പറയുമ്പോൾ അറിയാലോ, നിങ്ങൾക്കത് പേരിനകത്ത് തന്നെ മനസ്സിലാവും. ഇപ്പോൾ 2 രാജ്യം തമ്മിലുള്ള
ക്രോസ് ബോർഡർ ലിങ്കേജസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ന്യൂസ്, അതാണ് ബേസിക്കലി ന്യൂസിനകത്ത് പറയുന്നത്. അപ്പം ക്രോസ് ബോർഡർ ലിങ്കേജ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബൈലാറ്ററൽ കോപ്പറേഷൻസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ട്രേഡ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രോസ് ബോർഡർ കണക്ടിവിറ്റി, ഇങ്ങനത്തെ എല്ലാ കാര്യം, എഡ്യൂക്കേഷൻ, ടൂറിസം, പിന്നെ അതുപോലെ പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻ, എന്തും ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കോപ്പറേഷൻ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രോസ് ബോർഡർ ലിങ്കേജ് അവർ ഡീപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലാണ് അങ്ങനെ ഒരു ക്രോസ് ബോർഡർ ലിങ്കേജ് അവർ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഇൻ്റർനാഷണൽ ന്യൂസല്ല. അപ്പം ഇങ്ങനത്തെ ഓരോ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മൊത്തം ന്യൂസിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഓരോ രാജ്യങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ മലേഷ്യ നോക്കുമ്പോൾ എത്രാമത്തെ ആയിരുന്നു, ഓക്കെ, ഇന്ത്യ US നോക്കുമ്പോൾ എത്രാമത്തെ ആയിരുന്നു, അങ്ങനെ എഡിഷനൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ അതിനകത്തുനിന്ന് വരുന്ന സ്റ്റാറ്റിക് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, ഭൂട്ടാൻ്റെ സ്റ്റാറ്റിക് ന്യൂസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ അല്ലേ, മറ്റേ സ്ട്രേ ഡോഗ്സിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ന്യൂസിനകത്ത് നമ്മൾ കണ്ടതാണ് ഭൂട്ടാൻ്റെ സ്റ്റാറ്റിക് ന്യൂസൊക്കെ. സ്റ്റിൽ അത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത നോക്കാം, വേൾഡ് ട്രാവൽ മാർക്കറ്റ് WTM 2023 ലണ്ടനിലാണ് വേൾഡ് ട്രാവൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നത്. മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വേൾഡ് ട്രാവൽ മാർക്കറ്റ്. ഓക്കെ, അത് ലണ്ടനിലാണ് നടന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും കുറേ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫംഗ്ഷനായിട്ടും അവിടെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കുറേ ആൾക്കാർ അവിടെ പോയിരുന്നു, ലണ്ടനിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു, വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ പേരിട്ടത് ഇൻക്രെഡിബിൾ ഇന്ത്യ വിസിറ്റ് ഇന്ത്യ 2023 എന്നായിരുന്നു. ഇൻക്രെഡിബിൾ ഇന്ത്യ വിസിറ്റ് ഇന്ത്യ ഇയർ 2023 എന്നായിരുന്നു നമ്മളവിടെ നടത്തിയ വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ നമ്മളവിടെ നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ തീമെന്ന് തന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യ വിസിറ്റ് ഇന്ത്യ ഇയർ 2023 എന്നായിരുന്നു. ഓക്കെ, മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ ഭാഗമായിരുന്നു, ലണ്ടനിൽ വെച്ചാണ് നടന്നത് വേൾഡ് ട്രാവൽ മാർക്കറ്റ് WTM, വേൾഡ് ട്രാവൽ മാർക്കറ്റ് ലണ്ടനിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അങ്ങനെ കുറേ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവർ വന്നിട്ടുണ്ട്. ഇന്ത്യ ഭാഗത്തുനിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചും നമ്മളൊരു ഫോമൽ വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ തീമാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ വിസിറ്റ് ഇന്ത്യ ഇയർ 2023. പിന്നെ ഇന്ത്യൻ പവലിയൻ ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത് മിസ് V വിദ്യാവതി ആയിരുന്നു. മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ സെക്രട്ടറിയാണ് മിസ് V വിദ്യാവതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ H.E. വിക്രം ദൊരൈസ്വാമി, ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു UK ആണ്, ലണ്ടനിൽ വെച്ചാണോ നടക്കുന്നത്. അപ്പോൾ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു UK എന്ന് പറയുന്നത് H.E. വിക്രം ദൊരൈസ്വാമിയാണ്. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഒരു ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത്. ഓക്കെ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ 47 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വേൾഡ് ട്രാവൽ മാർക്കറ്റ് നടന്നത് ലണ്ടനിലാണ് 2023 വേൾഡ് ട്രാവൽ മാർക്കറ്റ്. ഇന്ത്യയുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രെഡിബിൾ ഇന്ത്യ വിസിറ്റ് ഇന്ത്യ ദ ഇയർ 2023 ആയിരുന്നു. ഓക്കെ, മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന് യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു G. കിഷൻ റെഡ്ഡി, ഗംഗാപുരം കിഷൻ റെഡ്ഡി അല്ലെങ്കിൽ G. കിഷൻ റെഡ്ഡിയാണ്, അദ്ദേഹമാണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ. കൾച്ചറിൻ്റെയും അദ്ദേഹം തന്നെയാണ്, മിനിസ്റ്റർ ഓഫ് കൾച്ചറിൻ്റെ. ഓക്കെ, അടുത്തതൊരു ഇന്ത്യ കൊറിയ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫോറമാണ്. ഓക്കെ, മറ്റേ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ട്രേഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയാണ് ഇവിടെ ബിസിനസ്സാണ് മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം പങ്കെടുക്കുന്ന രാജ്യം ഇന്ത്യയും കൊറിയയുമാണ്. 6th എഡിഷനാണ് ഇന്ത്യ കൊറിയ ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെ. ഓക്കെ, അതാണ് ബേസിക്കലി പറയുന്നത്. എവിടെ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി വെച്ചിട്ടാണ്. ഒരുമാതിരി എല്ലാ പാർട്ട്ണർഷിപ്പ് ഫോറവും ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപൂർവം ചിലത് മാത്രമേ ഉള്ളൂ അല്ലാതെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സൗത്ത് കൊറിയയും ഇന്ത്യയും കൂടെ ചേർന്നിട്ട് ഒരു 50 വർഷത്തെ ഒരു ഡിപ്ലോമാറ്റിക് ടൈ ആണ് അവർ ആഘോഷിച്ചത് അല്ലെങ്കിൽ റിമാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. 6th എഡിഷൻ ഓഫ് ഇന്ത്യ കൊറിയ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫോറമാണ്. ഓക്കെ, ഏതൊക്കെ ബോഡിയാണ് പേരൻറ്റ് ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേണൽ ആണ് ഇതിൻ്റെ പേരൻറ്റ് ബോഡി. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് കുമാറാണ് ഈ ഫോറം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ നോക്കാം, സിയോൾ ആണ്. കൊറിയൻ ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. യൂൻ സുക് യോൾ ആണ് പ്രസിഡന്റ് വന്നിട്ട്. പിന്നെ ഹാൻ ഡെക്സു ആണ് പ്രൈം മിനിസ്റ്റർ. കറൻസി ഹാൻ ഡെക്സു തന്നെയാണ് കറൻസി വന്നിട്ട്. ഓക്കെ, ഇത്രയുമാണ്
ഈ നവംബർ ഫസ്റ്റ് വീക്കിൽ ഇൻ്റർനാഷണൽ ന്യൂസ് വന്നിട്ട് അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1-നകത്ത് നമ്മൾ ഇതിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നോക്കിയിട്ടായിരുന്നു. ഇത് കൂടുതലും എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ന്യൂസ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ബൈ നേഷണൽ കോപ്പറേഷൻ അല്ലെങ്കിൽ ബൈ നേഷണൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഒക്കെയാണ് ബേസിക്കലി ഇതിനകത്ത് കൂടുതലും പറയുന്നത്. അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല ഇൻ്റർനാഷണൽ ന്യൂസ്. പക്ഷേങ്കിൽ ചിലപ്പം എക്സാമിന് ചോദിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വീക്ക്ലിനകത്ത് തന്നെ ചുമ്മാ ജസ്റ്റ് ബ്രീഫായിട്ടൊന്നും നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നവംബർ ഫസ്റ്റ് വീക്കിലെ ഇൻ്റർനാഷണൽ ന്യൂസ്. നമുക്ക് അടുത്ത ദിവസം നവംബർ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിസിനസ്സും അതുപോലെ നാഷണൽ ന്യൂസ് വരും. സ്റ്റേറ്റ് ന്യൂസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, സ്റ്റിൽ നമുക്ക് നോക്കാം. എക്കണോമി ആൻഡ് ബിസിനസ് അതൊക്കെയാണ്, ഫിനാൻസ് ന്യൂസൊക്കെയാണ് മെയിനായിട്ട് ബാങ്ക് എക്സാമിന് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാനുള്ളത്. നവംബർ ഫസ്റ്റ് വീക്കിൻ്റെ ഇൻ്റർനാഷണൽ ന്യൂസാണ് കഴിഞ്ഞത്. ഓക്കെ, സോ നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ എക്സാമൊക്കെ അടുത്ത് വരെയാണ്. നവംബർ 6th 5th ഒക്കെയാണ് SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് വന്നിട്ട്. മെയിൻസ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ തന്നെ മെയിൻസും കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.